അമേരിക്കൻ പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ എന്തെല്ലാം നീക്കങ്ങളാണ് അമേരിക്ക നടത്തിയത്? എവിടെയായിരുന്നു പൈലറ്റ് ഉണ്ടായിരുന്നത്? എന്തെല്ലാം നീക്കങ്ങളാണ് ഇറാന്റെ ഭാഗത്തുനിന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇറാനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ അഹ്വാസ്, ഇവിടെ ഖൂസിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ഈ ഒരു മേഖലയിൽ വെച്ചാണ് ഈ ഒരു ആക്രമണം അമേരിക്കയുടെ പ്രത്യേകമായ ഡെൽറ്റ ഫോഴ്സും അതുപോലെ തന്നെ ഇറാന്റെ ഗോത്രവർഗങ്ങളും തമ്മിൽ അതിശക്തമായ രീതിയിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇവിടെയാണ് നമുക്കറിയാം ഇറാഖിന്റെ ബോർഡർ, ഇറാൻ ഇറാഖ് ബോർഡറാണിത്. ഇവിടെയാണ് കുവൈത്തിന്റെ ബോർഡർ. കുവൈത്തിൽ നിന്ന് ബൂബിയാൻ എന്നറിയപ്പെടുന്ന ദ്വീപാണ് ഇവിടെ കാണുന്നത്. ഏകദേശം ഈ ദ്വീപിന്റെ ഭാഗത്തു നിന്നാണ് അഹ്വാസിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഖൂസിസ്ഥാൻ എന്നറിയപ്പെടുന്നത് ഈ ഒരു പ്രദേശമാണ്. ഇവിടെ ഈ അതിർത്തിയോട് അടുത്തുള്ള ഭാഗത്തായിരുന്നു അമേരിക്കയുടെ പൈലറ്റ് ഉണ്ടായിരുന്നത്. ഈ പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി ഏകദേശം അമേരിക്കയുടെ 100-ലധികം യുദ്ധവിമാനങ്ങൾ, അതോടൊപ്പം തന്നെ 100 കണക്കിന് ഡെൽറ്റ ഫോഴ്സ്, അതുപോലെ തന്നെ ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഇതിന്റെ എല്ലാം അകമ്പടിയോടുകൂടെയാണ് ഈ ഒരു നീക്കം അമേരിക്ക നടത്തിയിരിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സിനെ ഇവിടെ എത്തിച്ചത് സൈനികരെ എത്തിക്കാൻ ഉപയോഗിക്കുന്ന C-130 എന്നറിയപ്പെടുന്ന വിമാനങ്ങളിലാണ് 100 കണക്കിന് സൈനികരെ ഡെൽറ്റ ഫോഴ്സിന് ഈ അതിർത്തിക്കകത്തുള്ള ഭാഗത്തേക്ക് അമേരിക്ക എത്തിച്ചത്. എന്നാൽ അതിനുവേണ്ടി ഉപയോഗിച്ച ഈ യുദ്ധവിമാനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അമേരിക്കൻ സൈനികർക്ക് അവിടെ നേരിട്ടത്. നമുക്കറിയാം, ഈ യുദ്ധവിമാനങ്ങളും അതുപോലെ ഹെലികോപ്റ്ററുകളും എല്ലാം വരുന്ന സമയത്ത് ഈ ഭാഗത്തുണ്ടായിരുന്ന ഖൂസിസ്ഥാനിലുണ്ടായിരുന്ന ഗോത്രവർഗങ്ങൾ അതിശക്തമായ രൂപത്തിലാണ് ഈ ഹെലികോപ്റ്ററുകളെയും അതുപോലെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് നേരെയെല്ലാം ആക്രമണം നടത്തിയത്. അതിശക്തമായ ആക്രമണം കാരണം ഡസൻ കണക്കിന് അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ 3 ബ്ലാക്ക് ഹോക്ക് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ഹെലികോപ്റ്ററുകൾക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൽ 1 തകർന്നു വീണിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് ഈ പിക്ചറുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അമേരിക്കൻ സൈനികർക്ക് ഈ മേഖലയിൽ സംഭവിച്ചത് എന്ന്. നോക്കൂ നിങ്ങൾ, ഇത് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട C-130 എന്നറിയപ്പെടുന്ന 2 യുദ്ധവിമാനങ്ങളാണ്. ഈ യുദ്ധവിമാനങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്തെങ്കിലും തിരിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ സൈന്യത്തിന് ഇവിടെ നേരിട്ടത്. അതായത് 2 വിമാനങ്ങൾ അവിടെ തടസ്സപ്പെടുകയാണ്, അത് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അപകടപ്പെടുകയാണ്. വീണ്ടും 3 യുദ്ധവിമാനങ്ങൾ കൂടെ സൈനികരെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്ന രൂപത്തിലുള്ള C-130 എന്നറിയപ്പെടുന്ന 3 വിമാനങ്ങൾ പിന്നീട് എത്തിച്ചതിന് ശേഷമാണ് സൈനികരെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിച്ചത്. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ അമേരിക്കയുടെ ഹെലികോപ്റ്ററുകൾ, അതുപോലെ തന്നെ ഏട്ടൻ എന്നറിയപ്പെടുന്ന വിമാനം, ഇങ്ങനെ തുടങ്ങി നിരവധി നാശനഷ്ടങ്ങളാണ് അമേരിക്കയ്ക്ക് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. ഏകദേശം കണക്കാക്കപ്പെടുന്നത് $400 മില്യൺ നഷ്ടമാണ് അമേരിക്കക്ക് ഈ ഒരു പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടായത് എന്നാണ്. എന്തായിരുന്നാലും ഇറാന്റെ ഗ്രൗണ്ട് ഒരിക്കലും സുരക്ഷിതമല്ല എന്ന് ഈ ഓപ്പറേഷനിലൂടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇവിടേക്ക് എത്തിച്ച വിമാനങ്ങളെ പോലും തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അമേരിക്കയുടെ 100 കണക്കിന് ഡെൽറ്റ ഫോഴ്സുകൾ മാത്രമല്ല, ധാരാളം ഡസൻ കണക്കിന് അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെ ഈ ഒരു നീക്കം നയിച്ചതിന് ശേഷവും സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്കൻ പ്രസിഡന്റ് മുമ്പ് തട്ടിവിട്ട, അതായത് വെനിസുലയിൽ ആക്രമണം നടത്തുന്ന സമയത്ത് തട്ടിവിട്ടിരുന്നത് സോണിക് വെപ്പൺസ് ഉണ്ട് ഈ അമേരിക്കയുടെ കയ്യിൽ. എന്നാൽ ലോകത്ത് ആർക്കുമില്ലാത്ത സോണിക് വെപ്പൺസുകളുണ്ട്. ഈ വെപ്പൺ ഉപയോഗിച്ചാൽ അവിടെ മുന്നിലുള്ള ആളുകൾക്കെല്ലാം ബോധം നഷ്ടപ്പെട്ട് മൂക്കിലൂടെ രക്തം വന്ന് അവരെല്ലാം മൂക്ക് കുത്തി വീഴും എന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കയ്യിൽ അങ്ങനെയുള്ള ഒരു ആയുധവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദുർഘടമായ ഒരു സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ ഒരു സുരക്ഷാ നീക്കമാണ് ഈ ദിവസം നടന്നിരിക്കുന്നത് എന്നാണ്. എന്തായാലും ആ ഒരു നീക്കത്തിൽ പോലും ഈ പറയപ്പെടുന്ന സോണിക് വെപ്പൺസ് ഉപയോഗിക്കാൻ സാധിച്ചില്ല എങ്കിൽ അങ്ങനെ ഒരു വെപ്പൺസ് അമേരിക്കയുടെ കയ്യിൽ ഇല്ല എന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത്. ഇതെല്ലാം ട്രംപ് സാധാരണ സ്ഥിരം നടത്താറുള്ള ഭീഷണികളുടെയും കള്ളങ്ങളുടെയും ഭാഗമാണ് എന്ന് ലോകത്തിന് ഈ ഒരു അറ്റാക്കിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സൈനിക നീക്കത്തിലൂടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇറാന്റെ ഭൂമി അമേരിക്കൻ സൈനികർക്ക് സുരക്ഷിതമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ചിത്രങ്ങളെല്ലാം.